ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും. നമ്മളൊരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന്റെ മുന്നേറ്റ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസിലെ കണ്ടന്റ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം തന്നെ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഭയങ്കര പ്രൈസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഷോപ്പിന്റെയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി എന്തൊക്കെയാ വാങ്ങിച്ചിട്ടുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ട്രീ ആണ് കേട്ടോ. ഇത് ക്രിസ്മസ് ട്രീ ആണ്, കണ്ടോ, ക്രിസ്മസ് ട്രീ ആണ്. ഇത് 3 ഫീറ്റ് സൈസ് വരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ കെട്ടി വെച്ച് ഇതിന്റെയൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഞാൻ വേറെ എടുക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പൊ ഇതാണ് നമ്മളെ ട്രീ. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ഒരു 200-300 റേഞ്ചിൽ എന്താണെങ്കിലും ഈ ഒരു ട്രീ കിട്ടും. ഞാൻ ആദ്യം ട്രീ ഉണ്ടാക്കാന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ മറ്റേ ഇങ്ങനെ കോല് വെച്ചിട്ടൊക്കെ ട്രീ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ ഒരു റീസണബിൾ റേറ്റിന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഏതായാലും വാങ്ങിച്ചു. അതിന്റെ ആ ചുറ്റുമുള്ള ഒരു പേപ്പർ വാങ്ങുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു റേറ്റ് ആവും. അപ്പൊ പിന്നെ വാങ്ങി വെറുതെ മെനക്കിടണ്ടല്ലോ. അപ്പൊ ഞാൻ പിന്നെ ഇത് വേഗം എടുത്തു. ഇനി ഞാൻ വാങ്ങിയത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കോർ പീസുകളാണ് കേട്ടോ. ഇത് എല്ലാം കൂടി വരുന്ന ഒരു സെറ്റാണ്. ഇതിലെല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഡ്രം ഉണ്ട്, പിന്നെ ഗിഫ്റ്റ് ബോക്സ്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. അതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ഡെക്കോർ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ബോൾസ് സാധനങ്ങളെല്ലാം കൂടി ഉണ്ട്. പിന്നെ സാൻഡ ഉണ്ട്. സാൻഡ നല്ല ക്യൂട്ടായിട്ടുള്ള സാൻഡ ഉണ്ട്. പിന്നെ ബെല്ല് വരുന്നുണ്ട്. പിന്നെ മെറി ക്രിസ്മസ്. പിന്നെ ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഇത് അതിൽ തൂക്കിയിടുന്ന ഒരു സാധനമാണ്. പിന്നെ ബോൾസ് വരുന്നുണ്ട്, റെഡ് ബോള്. ഡ്രം ഉണ്ട്, പല കളറിലുള്ള ഡ്രം ഉണ്ട്. നല്ല ഗിൽറ്റുള്ള ബോൾസ് വേറെയുണ്ട്. പിന്നെ ഗിഫ്റ്റ് ബോക്സ്, പലതരത്തിലുള്ള ഗിഫ്റ്റ് ബോക്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനൊരു കോംബോ പാക്ക് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ഇതാവുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 150-200 റേഞ്ചിൽ ഈ ഒരു സാധനം ഫുള്ളും കിട്ടി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ ഒരുപാട് പൈസയാവും. എൻ്റെ കുഞ്ഞി ട്രീ ആണ്, അപ്പൊ പിന്നെ അതിനുള്ള അലങ്കാരം മതിയല്ലോ. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ വെക്കുന്ന ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട് ട്രീന്റെ മുകളിൽ വെക്കാൻ. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു സ്റ്റാർ. ഈ സ്റ്റാർ ശരിക്കും ഞാൻ റെഡ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് റെഡ് കിട്ടിയില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന് 10 രൂപയോ അങ്ങാണ്ട് വരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു സ്റ്റാർ. പിന്നെ വാങ്ങിയത് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഈ ട്രീന്റെ മുകളിൽ ഇടാനുള്ള ലൈറ്റ് വേണമല്ലോ. അപ്പോൾ ഇത് ഒരു ലൈറ്റ്, ഒരു സെറ്റ് ഓഫ് ലൈറ്റും വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു 4 മീറ്റർ എങ്ങാണ്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ചെറിയ ട്രീ ആയതുകൊണ്ട് പിന്നെ അത്ര മതി. വലിയ ട്രീ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ലെങ്ത്തിലുള്ള ലൈറ്റൊക്കെ വാങ്ങേണ്ടി വരാം. ഇത് പിന്നെ കുഞ്ഞു ട്രീ ആയതുകൊണ്ട് ഇത് പല കളേഴ്സ് ഉള്ളതാണ് കേട്ടോ. റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ പല കളറുകൾ വരുന്ന ലൈറ്റാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ഒരു ഫെയറി ലൈറ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ലൈറ്റ്. പിന്നെ വാങ്ങിച്ചതാണ് ക്യാപ്പ്. നമ്മളെ 2 കുഞ്ഞു മക്കളുണ്ട് വീട്ടില്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ്. പിന്നെ ഈ ക്യാപ്പും ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് 10 രൂപയോ അത്രേ ഉള്ളൂ. ഇതിനും 10-20 രൂപ, അത്ര എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത്ര തന്നെ വരുന്നുള്ളൂ. നല്ല ക്യാപ്പാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്യാപ്പ്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കുള്ള ക്യാപ്പ്. പിന്നെ വരുന്നത് ഗിൽറ്റ് പേപ്പേഴ്സ് കേട്ടോ. നമ്മളുടെ ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഗിൽറ്റ് പേപ്പേഴ്സ് നോക്കി. ഞാൻ ഗ്രീൻ നോക്കി, പക്ഷെ അവിടെ ഗ്രീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു തരം ഫ്ലൂറസെന്റ് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കളർ എടുക്കാന്ന്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. സ്റ്റാർ ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റാറുകളൊക്കെ അവൈലബിൾ ആണല്ലോ. അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റേ പേപ്പർ സ്റ്റാർ ആയിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പേപ്പർ സ്റ്റാറിൻ്റെ ഉള്ളിൽ ബൾബ് വെച്ചിട്ടുള്ള ടൈപ്പ് മറ്റേ വലിയ സ്റ്റാർ. അതും ഇപ്പോഴും ഉണ്ട്.
പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. കാരണം നമ്മൾ വേറെ ബൾബ് ഇടാനോ ഒന്നും പോണ്ട, ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ നല്ല രസമായിരിക്കും. ഇതിൽ തന്നെ ലൈറ്റ്സ്, ചെറിയ ചെറിയ LED ലൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് നല്ല രസം ഉണ്ടാവുമെന്ന് തോന്നി. ഇതിനും വലിയ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 100, 120, 150 ആ ഒരു റേഞ്ചിലാണ്. ഇതിന്റെ കറക്റ്റ് പ്രൈസുകളൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരുമിച്ച് എല്ലാം കൂടി എടുത്തതുകൊണ്ട് ഒരു ഏകദേശം പ്രൈസ് റേഞ്ച് ആട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇത്തവണത്തെ ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെതാ ഒരു ഇതും കൂടി, വർണ്ണക്കടലാസ്, ഇതിനെന്താ പറയുക, ഇങ്ങനെ ഒരു സാധനം കൂടി കേട്ടോ. നമ്മളെ ഈ ഇതുപോലെയുള്ള ഗിൽട്ട് പേപ്പർ, മറ്റേ ഗിൽട്ടിന്റെ സാധനം, ഇതുപോലെയുള്ള ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഇത്തവണത്തെ ക്രിസ്മസിന്റെ ഡെക്കോർ ഐറ്റംസ്. പിന്നെ നമ്മളെ ട്രീന്റെ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഇത്രയും സാധനങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ കുഞ്ഞു രീതിയിൽ മിനിമൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ ഒരു സ്റ്റാറും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതും ബാക്കി ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.